എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് പ്രചോദന കൗൺസിലിംഗ് സെന്ററും KCF-ഉം സംയുക്തമായി നടത്തുന്ന വെബിനാർ സീരീസിന്റെ 6 ഡേയ്സ് വെബിനാർ സീരീസിന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്നത്തെ സെഷൻ നമുക്കൊരു പ്രേയറോടുകൂടി തുടങ്ങാം. അതിനായി ഗീത ദേവി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകണമേ, സ്നേഹമാകുന്ന ഗീതമാ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. താങ്ക് യു. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. 3 വർഷമായിട്ട് ഈ വെബിനാർ നടത്തി വരികയാണ്. അതിന്റെ 3ാമത്തെ വർഷം. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. അതിന്റെ 3 തരത്തിലുള്ള 3 പേരിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ കേട്ടു. ഇന്ന് 4ാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം നമ്മളോട് അച്ഛൻ പറഞ്ഞു, നമ്മുടെ സ്ട്രെസ്സിന്റെ ഉറവിടം നമ്മൾ തന്നെയാണ്. സോ വി നീഡ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് റിലാക്സ്. 2ാമത്തെ ദിവസം ഗായത്രി മാം പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ഒരു മീഡിയ ആകേണ്ടതുകൊണ്ട് ആവശ്യമുള്ള. ഇന്നലെ ഡോക്ടർ ഷാജി പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് എന്ന വിഷയത്തിൽ ഊന്നൽ കൊടുത്തത് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം പോസിറ്റീവ് ആകുകയാണെങ്കിൽ our mental health also will improve എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. Am I audible, Usha? എന്റെ പ്രശ്നം കേൾക്കാലോ അല്ലേ? കേൾക്കാം, പക്ഷെ കുറച്ചൊരു വോളിയം കുറച്ച് കുറവ് പോലെ തോന്നുന്നു. അതല്ലേ, നോക്കട്ടെ. ഓക്കെ, ഇപ്പോഴോ? ഓക്കെ. അപ്പൊ ഇന്നലെ ഡോക്ടർ ഷാജി നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മുടെ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മൾ കുട്ടികളായി വളരുമ്പോൾ മുതൽ നമ്മുടെ വീട് മുതൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പോസിറ്റീവ് ആകുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിലും അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് വരുമെന്ന് പറഞ്ഞു വെച്ചു അദ്ദേഹം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ബൈ മിസ്സസ് മിലു സൂസൻ തോമസ്. മിലു KCF-ന്റെ ഒരു മെമ്പർ കൂടിയാണ്. ഈ സ്ട്രെസ് ഇല്ലാത്തവരായി ആരുമില്ല. കുറച്ചു മുമ്പ് ഉഷ പറയണ്ടായി, സ്ട്രെസ് ഇല്ലാത്തവരാരുമില്ല. അതിനെ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ മാനേജ്മെന്റ് നടക്കുന്നത്. ബിക്കോസ് എവരിബഡി ഈസ് യുണീക്ക്. നമ്മൾ ഓരോരുത്തരും അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻസ്. അതിന് എങ്ങനെ സ്ട്രെസ് അഡാപ്റ്റേഷൻ നടക്കാമെന്ന് നമുക്ക് മിലുവിൽ നിന്ന് കേൾക്കാം. വെൽക്കം മിലു ഫോർ ദി സെഷൻ. ആൻഡ് ഈ വെബിനാറിന്റെ വിജയം, ഏതൊരു സെഷന്റെയും വിജയം അതിൽ പങ്കെടുക്കുന്നവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും KCF-ന്റെ പേരിലും പ്രചോദനയുടെ പേരിലും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇനി
ഒരു ഒഫീഷ്യലി ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്നത്തെ സ്പീക്കർ മിലുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർ ഉഷയെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ഉഷ. താങ്ക് യു ആലിസ് മാം. നവരാത്രിയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സെലിബ്രേറ്റിംഗ് ഫെമിനൈൻ എനർജി എന്ന് പറയും. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മിലുവിനെ നിങ്ങൾ ഓരോരുത്തർക്കും പരിചയപ്പെടുത്താൻ. മിലു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുമായിരുന്നു, നമുക്ക് ചുറ്റും സ്ട്രെസ് ഇല്ലാത്തവർ ആരുമില്ല. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും 100% ഗ്യാരണ്ടി ഉള്ള റിസോഴ്സ് പേഴ്സൺ ആണ്. നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ സ്ട്രെസ്സിനുള്ള സൊല്യൂഷൻ ഇന്ന് നമുക്ക് മിലുവിൽ നിന്ന് കേൾക്കാവുന്ന. സോ ഒഫീഷ്യലി ഷീ ഈസ് എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് മദർ ഹോസ്പിറ്റൽ തൃശൂർ, a versatile professional and trainer with an academic background in psychology, public health, law, and now a research scholar at Amrita Vishwavidyapeetham. Main areas of focus include perinatal psychology and women's health. Co-founder of Kerala's first perinatal counseling center for pregnant women and lactating mothers. She has received the Stree Shakti Award by Red FM for inspiring young women entrepreneurs. We are very much happy to introduce you to our Prachodhana and KCF members. Now the platform is yours, Milu. We are waiting to imbibe your energy. Thank you, Dr. Usha. It is my pleasure. എല്ലാവരും ഒരുപാട് സ്ട്രെസ്സോടെയാണോ ഇവിടെ ഇരിക്കുന്നത് ഇന്ന്? നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ ആരുടെയെങ്കിലും ഒരു ക്ലാസ് കേൾക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഏറ്റവും ആദ്യം നമുക്കെല്ലാം ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. എങ്ങനെ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ക്ലാസ് കേൾക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും, എങ്ങനെ ഉണ്ടാവുമോ ക്ലാസ്, നല്ലതായിരിക്കും ഇല്ലയോ, വെറുതെ ഒരു സ്ട്രെസ്. നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ഒരു സ്ട്രെസ്. അങ്ങനെ എപ്പോഴും ഏതൊരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോഴും നമ്മൾ കുറച്ച് സ്ട്രെസ്സോട് കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഒട്ടും സ്ട്രെസ് ഇല്ലാതെ, ഇപ്പം സ്ട്രെസ് പല രീതിയിലുണ്ട്, നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളതാണ് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള സ്ട്രെസ്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഏതെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുമെന്ന്. എപ്പോഴും സ്ട്രെസ്സിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ഉൾപ്പെട്ടാണ് നമ്മുടെ ലൈഫ് കിടക്കാറുള്ളത്, നമ്മളുടെ ജീവിതം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമെന്നല്ല, നമ്മുടെ ജീവിതം തന്നെ ആക്ച്വലി ഒരു സമ്മർദ്ദമാണ്. ഒരു സമ്മർദ്ദത്തിന്, അല്ലെങ്കിൽ ഇനി അതിനെ കുറച്ചും കൂടെ ലഘൂകരിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാം, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പേ പറഞ്ഞ പോലെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫാണ് സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയാം. ഞാൻ ഈ 2-3 ദിവസങ്ങളായിട്ട് പ്രചോദനയും KCF കൂടി നടത്തി വരുന്ന ഈ വെബിനാർ സീരീസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രഗത്ഭരായ വ്യക്തികളാണ് ഇതിന് മുന്നേ സംസാരിച്ച 3 പേരും. നമ്മുടെ അച്ഛനെ നമുക്കറിയാം, വർഗീസ് അച്ഛൻ, പിന്നെ സംസാരിച്ച ഗായത്രി മേഡം, പിന്നെ ഇന്നലെ സംസാരിച്ച ഡോക്ടർ ഷാജി. 3 പേരുടെയും ക്ലാസ്സുകൾ ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നു ഷാജി സാറ് സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്നാണ് എനിക്ക് സംസാരിച്ച് തുടങ്ങാനുള്ളത്, അല്ലെ? സാർ എനിക്ക് തോന്നുന്നു ഇന്നലെ ക്ലാസ് നടത്തിയ സമയത്ത് സാർ ഇങ്ങനെ പറഞ്ഞു, സാറും ഇതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു എല്ലാവരുടെയും ക്ലാസ്സുകൾ, വർഗീസ് അച്ഛന്റെ ക്ലാസ് കേട്ടു, ഗായത്രി മേഡത്തിന്റെ ക്ലാസ് കേട്ടു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. സംസാരിച്ച 3 പേരും വളരെ മനോഹരമായിട്ട് തന്നെ ഓരോരോ സ്ട്രെസ്സിന്റെ ഓരോരോ വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഈഗർ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഈ സ്ട്രെസ്സിന്റെ ഒരു സൊല്യൂഷന് എന്ത് ചെയ്യണം നമ്മൾ. ഇപ്പൊ പലപ്പോഴും ഗായത്രി മേഡം ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം അതാണ്, ഇനി എന്ത്, അല്ലെങ്കിൽ വാട്ട് ടു ഡു എന്നുള്ളതാണ്. വാട്ട് നെക്സ്റ്റ് എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കും എന്ന് കരുതിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നതിൽ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇന്നലെ ഷാജി സാറ് സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്നുമാണ് ഇന്ന് എനിക്ക് തുടങ്ങാനുള്ളത്. ആക്ച്വലി ഇങ്ങനെ ഈ വെബിനാറുകൾ നിങ്ങളിങ്ങനെ സീക്വൻസ് ചെയ്തപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിന്റെ നടുക്കിന് 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസമായിട്ട് എൻ്റെ ഇത് വെച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ഇതിന് മുന്നേ സംസാരിച്ച ആളുകളുമായിട്ട് അത് കണക്ട് ചെയ്ത് പോകുമോ എന്ന് എനിക്കൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ സംസാരിച്ച് നിർത്തിയെന്നുള്ള കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ ടോപ്പിക്കിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. അപ്പൊ ഇനി ഞാൻ കൂടുതൽ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഇൻഡക്ഷൻ ഒന്നും തരുന്നില്ല. ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം കാണുന്നതാണ് സ്ട്രെസ്. അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ
ഒരു 58% അല്ലെങ്കിൽ ഒരു 55% ലോകത്താകമാനമുള്ള എംപ്ലോയീസിൽ അല്ലെങ്കിൽ ജോലിക്കാരിൽ ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആണ് ഇപ്രാവശ്യം WHO തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന തീം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അത് വെച്ച് തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ലോകത്താകമാനം 58% ജോലിക്കാരിൽ ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ WHO ഏറ്റവും പുതിയ ഒരു കണക്ക് എടുത്തു നോക്കിയാൽ അതിൽ അവര് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് 60% ലോകത്താകമാനമുള്ള 60% ജോലിക്കാരിൽ ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണേലും ഇതിന്റെ അവസാനം ഒരു സമ്മറി ആയിട്ട് അവർ പറയുന്നത് $1 ട്രില്യൺ, $1 ട്രില്യൺ ഒരു വേൾഡ് എക്കണോമിയിൽ $1 ട്രില്യൺ ഒരു പ്രൊഡക്ടിവിറ്റി ലോസ് ഉണ്ടാക്കാൻ മാത്രം ഭാരമുള്ള ഒരു സ്ട്രെസ് പെർസെന്റേജ് ആണ് ഇങ്ങനെ ലോകത്താകമാനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 58 to 60% എന്നൊരു അപ്രോക്സിമേറ്റ് ഒരു കണക്കെടുത്താൽ. ഇനി അതവിടെ നിർത്തിയിട്ട് നമ്മൾ ജനറേഷൻ സെഡ് അല്ലെ, പുതിയ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 1997 തൊട്ട് അതിന്റെ മുകളിലോട്ട് വരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാക്ട് ഇത് പറഞ്ഞാൽ 1997 to 2017 ആണ് എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ. എനിവേ, അപ്പൊ അവരിലെ സ്ട്രെസ് നമ്മൾ കണക്കെടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് നമ്മൾക്ക് കിട്ടുന്നത്. 91% കുഞ്ഞുങ്ങളില് അവരുടെ ഡെയിലി ലൈഫിൽ തന്നെ സ്ട്രെസ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു കണ്ടെത്തൽ. അപ്പൊ എത്രയാണ്? 91%. അപ്പൊ അത് വലിയൊരു വേൾഡ് വൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ 91% എന്നൊക്കെ പറഞ്ഞാല് അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അനുമാനിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കണക്കാണത്. ഇനി അവിടെ അത് നിർത്തിയിട്ട് ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാല്, കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മെന്റൽ ഹെൽത്ത് സർവേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2016 കണ്ടക്ട് ചെയ്തൊരു സർവേ ആണ്. ആ സർവേ അനുസരിച്ച് പറഞ്ഞാല് 12.43% ആണ് കേരളത്തിലെ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന്റെ ഒരു കണക്കെടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ശതമാനം എന്ന് പറയുന്നത് 12.43. അതായത് കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷനിൽ 12.43% ആളുകളിൽ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. അതിൽ തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈ 3 തരത്തിൽപ്പെട്ട അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്താറുള്ളത്. ഇത് 2016 കണക്കാണ്. അതായത് കോവിഡിന് മുന്നേ ഉള്ള കണക്കാണ്. ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് ദൂരം നമ്മൾ കണക്കുകളിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 12.43% എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനേക്കാളും അതായത് 10.6% ആണ് നാഷണൽ ആവറേജ്. അപ്പൊ അതിനേക്കാളും ഒരു 2 കൂടുതലാണ് കേരളത്തിലെ ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ആശയത്തിന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കണക്കുകളല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്, പക്ഷെ ഈ കണക്കുകളാണ് എനിക്ക് സംസാരിക്കാനുള്ള ഒരു സൂചിക എന്ന് പറയുന്നത്, കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കാര്യമായിട്ട് കടന്നു എന്ന് സംസാരിച്ചു തുടങ്ങാം. അപ്പൊ അതിന് മുന്നേ എനിക്കൊരു ചെറിയ പ്രസന്റേഷൻ ഷെയർ ചെയ്യാനുണ്ട്. സോ അതൊന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാമോ? കാണാൻ പറ്റും. ഓക്കെ, ഇത് സ്ലൈഡ് ഷോ ആക്കിയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷനും സ്ട്രെസ് ആൻഡ് ലൈഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിയിലേക്ക് വരികയാണ്. അപ്പൊ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു അഡ്ജസ്റ്റ് ടു ആൻഡ് കോപ്പ് വിത്ത് സ്ട്രെസ്സേഴ്സ് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സമ്മർദ്ദത്തിനോട് അഡ്ജസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടും ഓരോ കാലങ്ങളിലും ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദത്തിനെ നേരിടാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനും സാധിക്കും എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ടേമാണ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി. അതിനെ നമുക്കൊരു ലൈഫ് സ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു 10 ലൈഫ് സ്കിൽ ഉള്ളതിന്റെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 5-6 കാര്യങ്ങളെ പറ്റി നമ്മൾ അവിടെ കാണാനുണ്ട്. അതായത് ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിനെ നമുക്ക് ഒറ്റ ഒരു ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കോൺസെപ്റ്റ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിന് ചുറ്റും ഒരു 6-7 ഘടകങ്ങൾ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളെ പറ്റി പറയാതെ എനിക്ക് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിയെ പറ്റി മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ജെനറ്റിക്സ് ഉണ്ട്, നമ്മളുടെ ഹോർമോൺസ് ഉണ്ട്, നമ്മളുടെ ഒരു ഓട്ടോ നെർവസ് സിസ്റ്റം, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം, ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബുദ്ധിശക്തി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമോഷണൽ വൈകാരിക ബുദ്ധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്നത്. കേൾക്കാം. സ്ക്രീന് ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. ഞാൻ ഫുൾ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ തുടക്കത്തിലുള്ളത് പോലെ ആയിരിക്കുന്നത്. സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് അത് വന്നില്ല. ഇപ്പൊ വന്നോ? ഇല്ല. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്നുള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോർമലി സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന പോലത്തെ ഫോർമാറ്റിലായിരിക്കുന്നത്. ഞാനിവിടെ സ്ലൈഡ് ഷെയർ എനിക്ക് ഫുൾ ആയിട്ടാണ് കാണുന്നത് എന്റെ സ്ക്രീനിലെ. ഓക്കെ. ഇത് താഴത്തെ എന്താ ഐക്കൺസിൽ വരാമോ? ഇത് താഴെ നമ്മുടെ ഏറ്റവും താഴെ മനസ്സിലായി. അവിടെ ഇവിടെ ഇപ്പോഴോ? അങ്ങനെ തന്നെയാ. എന്താണ് വന്നാൽ ഞാൻ ഒന്നുകൂടെ എക്സിറ്റ് ആയിട്ട് കയറാം. എക്സിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്. അത് പറ്റുന്നില്ല ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നമുക്ക് കാണാം, വിസിബിൾ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. സെക്കൻഡ് സ്ലൈഡ് വന്നില്ലായിരുന്നു. ഇപ്പൊ വന്നോ? അല്ല, ഇപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി അതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ബുദ്ധിശക്തി, നമ്മളുടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ബുദ്ധി എന്നിങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് നമ്മളുടെ ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങള്, പിന്നെ ഉറക്കം, എക്സസൈസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഹെൽത്തിൽ വരുന്നത്. സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലി, പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകള്, പിന്നെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹം ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ സപ്പോർട്ട് വരുന്നത്. ലൈഫ് എക്സ്പീരിയൻസ്, ഒരു വ്യക്തി കടന്നു പോകുന്ന ചില മൈൽ സ്റ്റോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില നാഴിക കല്ലുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നെഗറ്റീവും പോസിറ്റീവും ആവാം. ആ എക്സ്പീരിയൻസസും ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിനെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ഒരു വ്യക്തി തനിക്ക് തന്റെ സ്ട്രെസ് മാനേജ് ചെയ്യാനായി ജീവിതകാലത്തുടനീളം വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ചില കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അത് ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയാനാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഉണ്ട്, സോഷ്യൽ സപ്പോർട്ട് ഉണ്ട്, പിന്നെ ചിലർ എക്സസൈസിന് പോകും, സോഷ്യലൈസിംഗ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ്, റിലാക്സേഷൻ തെറാപ്പീസ് നമ്മൾ ചെയ്യും. ഇങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രമാത്രം കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി കിടക്കുന്നത്. ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയേറെ കാര്യങ്ങളുള്ള ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി, അപ്പൊ ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിനെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അത്ര ഈസി ആയിട്ട് മാനേജ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഒരു രീതിയിൽ നമ്മളിൽ നിലനിർത്തുവാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം. അതായത് ഇത് അത്ര എളുപ്പമാകുമോ? കാരണം നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിനെയാണ്. ഒരു സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്ട്രെസ്സിനെ പൂർണ്ണമായിട്ട് മാനേജ് ചെയ്യാനായി അല്ലെങ്കിൽ വിജയകരമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ 6 ഘടകങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്
അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ? ആർക്കും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു കാരണം ഇതിന്റെ അകത്ത് നമുക്ക് നിയന്ത്രിക്കാവുന്നതും നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതും നിൽക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പലപ്പോഴും ഇതിന്റെ അവസാനം നമ്മൾ എത്തി നോക്കുമ്പോൾ നമുക്ക് തോന്നി സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ലൈഫ് സ്കിൽ അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ അതിനെ വളരെ ഇങ്ങനെ കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയാം കതിരിൽ കൊണ്ട് ഈ വളം വെക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ ഒരു സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് കതിരിൽ വളം വെക്കുക എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എനിക്ക് തോന്നുന്നില്ല അതിന് അത്രമാത്രം ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇമ്പാക്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു വലിയ തോതിലുള്ള ഒരു ഒരു ഇമ്പാക്ട് ഒരു വ്യക്തിയിൽ ചിലപ്പോൾ ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഡെവലപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ നോക്കിയാൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക? അതായത് ഒരു മനുഷ്യൻ ജീവിച്ച് ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാനിപ്പോ ഈ കാണിച്ച 6 ബേസിക് ഫാക്ടേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അപ്പൊ പിന്നെ എങ്ങനെയാവും ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്താവും പിന്നെ ഒരു മാർഗം? കാരണം സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ, സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് 100% സത്യമാണ്. പിന്നെ അപ്പൊ എങ്ങനെയാവും നമുക്ക് ഇതിനെ ഒന്ന് ജയിക്കാൻ സാധിക്കുക സ്ട്രെസ്സിനെ? മാം, പോസിറ്റീവായിട്ട് സ്ട്രെസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലേ? സ്ട്രെസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രെസ്സിൽ നമുക്ക് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്റ്റിമൽ ലെവലിലെ സ്ട്രെസ്, ഒരുപാട് അങ്ങോട്ട് ടെൻഷൻ അടിക്കുകയല്ല അല്ലാത്തെ. കാരണം നമ്മളിപ്പോ സംസാരിക്കുന്നത് ഈ യൂസ്ട്രെസ്സിനെ പറ്റി അല്ലല്ലോ. നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഡിസ്ട്രെസ്സിനെ പറ്റിയാണ്. യൂസ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രെസ് ആണ്. അതിനെ നമ്മൾ ഏത് രീതിയിൽ അത് എല്ലാ രീതിയിലും നമ്മളെ ജയിക്കാൻ സഹായിക്കത്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ട ഒരു കാര്യമാണ് യൂസ്ട്രെസ്. അപ്പൊ അതിനെ അല്ല ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ട്രെസ്സിനെ പറ്റിയാണ്. കാരണം മാറ്റി നിർത്തേണ്ട സ്ട്രെസ്സിനെ പറ്റിയാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്ത് കാരണം അതാണല്ലോ നമ്മുടെ പ്രോബ്ലം. യൂസ്ട്രെസ് ആണെങ്കിൽ നമുക്കതൊരു പ്രോബ്ലം അല്ല, നമ്മൾ അതിനെ ഒരു പ്രോബ്ലം ആയിട്ടേ കരുതുന്നില്ല. അത് നമുക്ക് വേണം, അത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷെ ഡിസ്ട്രെസ് ആണ് നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ഇഷ്യൂ. ഡിസ്ട്രെസ്സിനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരാൾ സംസാരിച്ചാൽ കേൾക്കാം. മാം, ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ട്. അതായത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു വെൻ പ്രഷർ ഈസ് ഹയർ ദാൻ റിസോഴ്സ്. അപ്പോ എന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ മേ ബി ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ പോലെ ഒരു 6 പോയിന്റ്സ് ആയിട്ടോ 7 പോയിന്റ്സ് ആയിട്ടോ പല കാര്യങ്ങളും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷെ എന്ത് റിസോഴ്സ് ആണ് നമുക്ക് കൂട്ടാൻ പറ്റിയത്? മേ ബി നമ്മുടെ നോളജ് ആയിരിക്കാം, അവയർനെസ് ആയിരിക്കാം, ഫിസിക്കൽ എക്സസൈസൂടെ ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടോ മെന്റൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ ഇംപ്രൂവ് ചെയ്താൽ വി ക്യാൻ ഓവർകം ദി സ്ട്രെസ് എന്നുള്ളതാണ്. പിന്നെ ഒരു ഇതും കൂടി ഞാൻ ജസ്റ്റ് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇതേപോലെ സ്ട്രെസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഒരു പോസ് ഇടുക, ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും നമ്മൾ ട്രൈ അഗെയിൻ. നിങ്ങളൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഇത് ശരിയാണ്. ഇപ്പൊ സാറ് സംസാരിച്ചതുപോലെ സാറിന്റെ സ്ട്രെസ്, സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായ സ്ട്രെസ് സാറിനെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. വിജയകരമായി സാർ അതിനെല്ലാം നേരിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റി. പക്ഷെ അത് എഗെയിൻ അത് സാറിന് മാത്രം സാധിച്ച, അല്ലെങ്കിൽ സാറിനെ പോലെ വളരെ ചെറിയൊരു പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മെന്റൽ ഹെൽത്ത് ഡേയിൽ അല്ലെങ്കിൽ വീക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഇതിന് സാധിക്കാത്ത ആളുകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ സ്ട്രെസ്സിനെ പലപ്പോഴും ഡിസ്ട്രെസ് ആയി മാത്രം കാണുന്ന ഒരു മേജർ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകളെ പറ്റിയാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി അവരിൽ ഇല്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി നിങ്ങളിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി നമുക്ക്
ഇല്ലാതെ വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സാറിന് സ്ട്രെസ് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിച്ചെങ്കിൽ അതിന്റെ അർത്ഥം സാറിന് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിയിലേക്ക് സാറിനെ നയിച്ച അനേകം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിതിനെ അങ്ങനെ ഓരോ ഇൻഡിവിജ്വലി ആയിട്ട് എടുത്തു വെച്ച് പറയാൻ പറ്റില്ല. നമ്മള് ലോകത്താകമാനമുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിലൊരു വലിയ ശതമാനം ആളുകൾക്ക് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ 60% ജോലിക്കാരില്, 91% കുട്ടികളില് ഒക്കെ സ്ട്രെസ് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് നിലനിൽക്കുന്നത്. മേഡം ഒരു ഡൗട്ട്, ഇത് ജന്മനാ കിട്ടുന്നതാണ് അഡാപ്റ്റബിലിറ്റി അറിയുന്നതാണോ അതോ? ദാറ്റ് ഈസ് വാട്ട് അതാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആരും ഇപ്പൊ ഇത് കേട്ടിങ്ങനെ സംശയിക്ക് നിൽക്കണ്ട. നമ്മൾ ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിങ്ങ് എത്തി വരുന്നതേ ഉള്ളൂ. ഹൗ ടു ഡെവലപ്പ് ദ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി. സാറിന്റെ അവിടുന്ന് ആൻസർ വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഈ സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജനറേഷൻസിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അവരിലേക്ക് കടത്തിവിടണമെങ്കിൽ ഒരേ ഒരു കാര്യം കൊണ്ടേ നമുക്കത് സാധിക്കൂ. ദാറ്റ് ഈസ് കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കേൾക്കാതെ ഇരിക്കാം. കാരണം ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇങ്ങനെയുള്ള ചില നിർണായക ഘടകങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ ഗവൺമെന്റ് തന്നെ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കാരണം ഈ കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി എന്നുള്ള ഒരു ആശയത്തെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ അകത്തുനിന്ന് വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജനറേഷനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു അതിശയിപ്പിക്കുന്ന അറിവാണ് ആക്ച്വലി കോൺഷ്യസ് പ്രഗ്നൻസി എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലും അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. പക്ഷെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ അവയർനെസ് ക്ലാസ്സുകളിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നിങ്ങളൊരു 50 പേര് കേട്ടാൽ നിങ്ങൾ 50 പേര് പോയി അടുത്തൊരു 50 പേരോട് പറയും. അതൊരു 100 ആവും, 200 ആവും, 300 ആവും. ഇങ്ങനെ പല ഭാഗത്ത്, ഇപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പക്ഷെ ഈ കോൺഷ്യസ് ആൻഡ് പ്ലാൻഡ് പ്രഗ്നൻസിയെ പറ്റി പറയുന്നുണ്ടാവാം. അങ്ങനെയുള്ള സംസാരങ്ങൾ ഒരു വലിയ മാസ് അവയർനെസ്സിലേക്കൊക്കെ ആളുകളെ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി എന്നുള്ള അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു മന്ത്രമോ മാജിക്കോ നമുക്ക് കാണിക്കാനില്ല. സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗം എന്ന് പറയുന്നത് കോൺഷ്യസ് പ്രഗ്നൻസിയാണ്. ഇനി എന്താണ് കോൺഷ്യസ് പ്രഗ്നൻസി? എന്താണ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വാക്ക്, കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി എന്നാൽ, അല്ലെങ്കിൽ പ്ലാൻഡ് പേരന്റ്ഹുഡ് അങ്ങനെയൊക്കെ? ആലീസ് മാഡം, ഉഷ, നിങ്ങൾ ആരെങ്കിലും ആ മ്യൂട്ട് ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് ഓൺ ആക്കി കൊടുത്തിരുന്ന ആൾക്കാരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്തോണ്ടേ. സോ നമുക്കിതൊരു ഡിസ്കഷൻ മോഡിൽ, കാരണം ഇതൊരു ന്യൂ കോൺസെപ്റ്റ് ആയിരിക്കാം. അപ്പൊ നമുക്കിതൊരു ഡിസ്കഷൻ മോഡിലും കൂടെ പോകാം. ചിലപ്പോൾ എനിക്കറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവര് ഒരുപക്ഷെ ചിലപ്പോൾ ഗ്രൂപ്പിൽ ഉണ്ടാവാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ. അത് ലേഡീസിനാണ് അറിയാൻ സാധ്യത കൂടുതൽ. അയ്യോ, അങ്ങനെയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. അതെ അതെ അതെ, എക്സാക്ട്ലി. നമ്മളെപ്പോഴും പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ സ്ത്രീകളെയാണങ്ങ് പ്രഗ്നൻസി, ഡെലിവറി, അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അറിയാം. അങ്ങനെയല്ല. സോ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. അപ്പൊ അത് രണ്ടുപേര്, അവിടെയാണ് നമ്മൾക്ക് നമ്മളിപ്പം പറയുന്നത് പ്രഗ്നന്റ് വിമൻ എന്നല്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൺ എന്നല്ല നമ്മളിപ്പം ശരിക്കും പറഞ്ഞ പ്രഗ്നന്റ് കപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺഷ്യസ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടില് ഇപ്പോഴും, ഇപ്പൊ സാറൊക്കെ എനിക്ക് തോന്നുന്നു ചില ഇങ്ങോട്ടുള്ള റെസ്പോൺസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും ഈ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് പ്ലാൻഡ് അല്ല. പ്രഗ്നൻസി പ്ലാൻഡ് ആണ്. എന്തോ ഒട്ടുമല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോ പ്ലാൻഡ്
100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാറ് പറഞ്ഞ പോലെ അതിലൊരു 90% കേസുകളും പ്ലാൻഡ് അല്ല. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസിലൊക്കെ വരുമ്പോഴാണേലും നമുക്കറിയാം, നമ്മൾ അവരോട് പ്ലാൻഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ അത്ര പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു മാഡം, പക്ഷെ പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ പിന്നെ ഇനി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ആൻസർ പറയാറുള്ളത്. ഇങ്ങനത്തെ പ്ലാനിങ് നടക്കുന്നുണ്ട്. PG കോഴ്സ് കഴിയട്ടെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അത് പ്രൊമോഷൻ ആവട്ടെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് ആവാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടട്ടെ, അങ്ങനെയുള്ള പ്ലാനിങ്. അതാണോ അതല്ലല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മളൊരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്ത് പ്രഗ്നന്റ് ആവുന്നത്. അതായത് നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു മാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരാളൊരു ഡിസംബറിൽ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുന്നേ, ജൂലൈ തൊട്ട് തന്നെ ആ കപ്പിള് ഈ ഡിസംബറിൽ പ്രഗ്നന്റ് ആവും എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ആ പ്രഗ്നൻസിയിലേക്ക് കടന്നു വരുന്നതിനെയാണ് ആക്ച്വലി പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ സാധാരണ ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ചിരിയാണ് എനിക്ക് പലപ്പോഴും മറുപടിയായിട്ട് കിട്ടാറുള്ളത്. എന്താ മേഡം ഇതൊക്കെ വല്ലതും നടക്കോ എന്നൊക്കെയുള്ളത്. ഇതൊക്കെ നടക്കും. ഇതൊക്കെ നടന്നാലേ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന 91% സ്ട്രെസ് എവിടെയാണ്? ഈ ഡെയിലി ലൈഫിൽ കുട്ടികൾ, നമ്മളുടെ ജനറേഷൻ ഈസ് എ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് ലെവലാണ് 91% കുഞ്ഞുങ്ങൾക്കും ഡെയിലി ലൈഫിനെ മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡെയിലി ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട് സ്ട്രെസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം വലിയ ആപത്ത് സൂചന നൽകുന്ന കണക്കുകൾ നമുക്ക് താഴ്ത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കടുത്ത നടപടികളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. കടുത്തതെന്നല്ല, കുറച്ചുകൂടി ബോധപൂർവമുള്ള നടപടികളിലേക്ക് പോയാലേ നമുക്ക് ഇതിനെയൊക്കെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കൂ. അപ്പോ 6 മാസം പ്രഗ്നന്റ് ആവുന്നതിന് 6 മാസം മുന്നേ ഹസ്ബൻഡും വൈഫും ആക്ച്വലി അതിന്റെ ഫുൾ കോൺസെപ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ പ്രഗ്നന്റ് അച്ഛനും അമ്മയും വീട്ടുകാരും എന്നുള്ളതാണ്. ഇനി അവിടെ വീട്ടുകാരെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി നിർത്തി അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡും വൈഫും കൂടെ പ്ലാൻ ചെയ്ത് 6 മാസം കൊണ്ട് ആ പ്രഗ്നൻസി, അപ്പൊ നമുക്ക് ഈ പ്രഗ്നന്റ് ആവുന്ന കപ്പിൾസിന്റെ ന്യൂട്രീഷൻ, ആഹാരം, പോഷകാഹാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ തരത്തിലും. മെന്റൽ ഹെൽത്തിന്റെ മാത്രമല്ല, എല്ലാ തരത്തിലും ഈ പ്രഗ്നന്റ് ആവുന്ന സ്ത്രീയുടെ പോഷകാഹാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവരുടെ മെന്റൽ ഹെൽത്ത്, സ്ട്രെസ്, മറ്റേണൽ സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോടും കൂടി മാത്രമേ പ്രഗ്നൻസിയിലേക്ക് നടന്നെടുക്കാവൂ എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മൾ കപ്പിളിന് കൊടുക്കാനുള്ളത്. ഇനി ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. സോ ഇതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു വലിയ സൂചിക എന്ന് പറയുന്നത്. പ്രീനേറ്റൽ ലൈഫ് ആൻഡ് സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി. Stress during pregnancy programs brain development and lifetime mental health. Stress-induced epigenetic signatures are transmitted to next generations. ഇതാണ് 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മറ്റനേകം കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്കിതിപ്പോ 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പോയിന്റിൽ ഇത് ചുരുക്കിയിരിക്കുന്നത്. സ്ട്രെസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി പ്രോഗ്രാംസ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് ടൈം മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഒരു പ്രഗ്നന്റ് കപ്പിളിനെ അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വിമനെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് തള്ളിവിട്ടാൽ ഉറപ്പായിട്ടും അവരുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് ബാധിച്ചിരിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റിനെ മാത്രമല്ല, അവരുടെ ലൈഫ് ടൈം മെന്റൽ ഹെൽത്ത്. അവിടെയാണ് ഈ പറയുന്ന സ്ട്രെസ് അഡാപ്റ്റബിലിറ്റി വരുന്നത്. റെസീലിയൻസ്, നമ്മളെല്ലാവരും പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് റെസീലിയന്റ് അവരത്ര ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ അതിൽ നിന്നും തിരിച്ചു കയറാൻ കഴിവില്ലാത്തവരാണ്. പ്രശ്നത്തിൽ പെട്ടാൽ പെട്ടവിടെ കിടക്കും എന്ന് നമ്മൾ പറയും. റെസീലിയൻസ് എന്നുള്ള ഒരു ടേം നമ്മൾ എപ്പോഴും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാനുള്ള ഒരു കഴിവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്ട്രെസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് എപ്പിജെനറ്റിക് സിഗ്നേച്ചേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു, അതായത് നമ്മുടെ ജീൻ എക്സ്പ്രഷൻസിനെ പോലും മാറ്റാൻ കഴിവുള്ളതാണ്, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻസ് പോലും ഒരുപക്ഷെ അമ്മയുടെ മറ്റേണൽ സ്ട്രെസ്, അമ്മ അനുഭവിക്കുന്ന മറ്റേണൽ സ്ട്രെസ് മൂലം മാറ്റപ്പെടാം. ജീൻ എക്സ്പ്രഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി ജനറേഷൻസിൽ നിന്നും ജനറേഷൻസിലേക്ക് ഈ ആശാവഹമല്ലാത്ത ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില ഘടകങ്ങൾ കടന്നുകൂടാനുള്ള ചാൻസും ഇവിടെയുണ്ട്. ഈ ഇങ്ങനെയുള്ള മറ്റേണൽ സ്ട്രെസ്
പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന മറ്റേണൽ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചാല് നിങ്ങൾ കേട്ടിട്ടുണ്ട് HPA ആക്സിസ് എന്ന് പറയും. അതായത് നമ്മളുടെ തലച്ചോറിലെ HPA ആക്സിസ്, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആൻഡ് തലാമസ് ആക്സിസ്, അതിന്റെ റെഗുലേഷൻ ആണ് ആക്ച്വലി ഒരു വ്യക്തിയെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ സ്ട്രെസ്സിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. നമ്മളുടെ ബ്രെയിനിനുള്ളിലെ 3 സ്ട്രക്ചേഴ്സ് ആണ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനാലിൻ. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു റെഗുലേഷൻ ഉണ്ട്. ആ റെഗുലേഷൻ മറ്റേണൽ സ്ട്രെസ് മൂലം അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം പ്ലാസെന്റൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്ത് കുഞ്ഞിന്റെ HPA ആക്സിസ് റെഗുലേഷനെ ബാധിക്കും. അപ്പം കുഞ്ഞിന്റെ HPA ആക്സിസ് റെഗുലേഷൻ നോർമൽ അല്ലാത്ത രീതിയിലാണ് ഡെവലപ്പ് ആവുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും സ്ട്രെസ്സിനെ ഈ പറഞ്ഞ പോലെ യൂസ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആ കുഞ്ഞിന്റെ ബ്രെയിനിൽ ഉണ്ടാവില്ല. അത് മാത്രമല്ല അമ്മയുടെ കുഞ്ഞുങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിലെ ഈ ലോങ് ടേം റീസണിങ് ഒക്കെ ആയിട്ട് റീസണിങ്ങോട് കൂടിയൊക്കെ ചിന്തിച്ച് ഒരുപാട് അനലൈസ് ചെയ്ത് ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ഒരു കഴിവ് നമുക്ക് തരുന്നത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അത് സാധാരണ രീതിയിൽ തന്നെ ഒരു 23 വയസ്സൊക്കെ എത്തുമ്പോഴാണ് അത് പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റിലും ഈ മറ്റേണൽ സ്ട്രെസ് ഒരു പ്രോബ്ലം, മറ്റേണൽ സ്ട്രെസ്സിന്റെ ഈ കുട്ടീനെ ഉദരത്തിൽ അമ്മ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റിനെയും അത് ബാധിക്കാം എന്നുള്ള സ്റ്റഡീസും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് എപ്പിജെനറ്റിക് സിഗ്നേച്ചേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നത് ഒരു ഭയങ്കര പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒന്ന് പറഞ്ഞു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ പക്ഷേ കാണിച്ചു തരുന്നത് ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു തരിക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ മറ്റേണൽ സ്ട്രെസ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സമയം നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ടത്. അതായത് പ്രീനേറ്റൽ ലൈഫ് അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി, പ്ലാൻഡ് പ്രഗ്നൻസി, കോൺഷ്യസ് പ്രഗ്നൻസിയെ പറ്റി നമ്മൾ സംസാരിക്കണം. പക്ഷെ സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കപ്പിളിനെ നമ്മൾ ഏത് രീതിയിൽ വേണം ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ 5 ഘടകങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് ശാരീരിക ആരോഗ്യം, അത് നമ്മളെല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഗവൺമെന്റ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് തന്നെ ആന്റിനേറ്റൽ ചെക്കപ്പുകൾ, അതായത് പ്രസവത്തിന് മുന്നേ ഉള്ള ചെക്കപ്പുകൾ, എത്ര പ്രാവശ്യം അമ്മ ഡോക്ടറിനെ കാണണം, എത്ര പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കണം, അതെല്ലാം വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്ട്രിക്ട് ഗൈഡ് ലൈൻ നമുക്കുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ആ ഗൈഡ് ലൈൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഫിസിക്കൽ ഹെൽത്ത്, അപ്പൊ അവിടെ നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമില്ല, അത് നല്ല രീതിയിൽ പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിലൊക്കെ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മെന്റൽ ഹെൽത്ത്. ഈ മെന്റൽ ഹെൽത്ത് ഇപ്പൊ എനിക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് ഈ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം. ഇപ്പൊ ഈയിടെ ഞാൻ അംഗൻവാടി ടീച്ചേഴ്സിന്റെ അടുത്ത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് അംഗൻവാടി ടീച്ചർ, ഒരു 60-65 ആളുകളോടും ഉണ്ടായിരുന്നു. എല്ലാവരും അംഗൻവാടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരെല്ലാം ഈ പ്രഗ്നന്റ് സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തെ പറ്റി അവബോധമുള്ളവരാണ്. പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് അവർക്ക്, അതായത് ഈ മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവരെല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിവില്ലാത്തത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെയാണ്, എന്ത് സർവീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത്. പിന്നെ അടുത്തത് ന്യൂട്രീഷൻ. അത് പോഷകാഹാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോഷകാഹാരക്കുറവ്, അമ്മയുടെ പോഷകാഹാരക്കുറവ് ഈ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കാം. ബ്രെയിൻ ഡെവലപ്മെന്റിനെ മാത്രമല്ല ഓവറോൾ ഡെവലപ്മെന്റിനെ ബാധിക്കാവുന്നതാണ്. അതിന്റെ കൂടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് അവിടെ, ന്യൂട്രീഷൻ. പിന്നെ ഫേവറബിൾ എൻവയോൺമെന്റ്, അത് സറൗണ്ടിങ്സ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്തും ഫേവറബിൾ എൻവയോൺമെന്റും വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ റിലേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അപ്പൊ അവിടെ കുട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് പ്രഗ്നന്റ് കപ്പിൾ മാത്രം പോരാ,
കൂടാതെ അവരുടെ ഒരു കുടുംബം, പിന്നെ ഒരു സൊസൈറ്റി, ഒരു സമൂഹം. ഈ കുടുംബവും സമൂഹവും കൂടെ അവരെ കരുതിയാലേ, അല്ലെങ്കിൽ ഈ ഒരു ബോധം കുടുംബത്തിനും സമൂഹത്തിനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് സാധിക്കൂ. പിന്നെ അപ്രോപ്രിയേറ്റ് കെയർ, അത് സത്യം പറഞ്ഞാൽ ഈ 4 പോയിന്റും ഒന്നിച്ചു വരുന്ന ഒരു കാര്യമാണ് അപ്രോപ്രിയേറ്റ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ഘടകങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ സ്ട്രെസ്, വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കോപ്പിൽ മെക്കാനിസം അങ്ങനെ, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്ത് നന്നാക്കുക എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ ഓൾറെഡി ജനിച്ചുപോയി അല്ലെ, നമ്മളൊക്കെ ഓൾറെഡി ജനിച്ചുപോയി. അപ്പൊ നമുക്കൊക്കെ ഇനിയിപ്പോ ഉണ്ടാവുന്ന സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് നമ്മൾ അലോപ്പതിനെ എപ്പോഴും പറയാറുണ്ട്, അവര് സിംറ്റം നോക്കിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഒരു ആർഗ്യുമെന്റിലേക്ക് പോവാൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട്, അലോപ്പതി എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. അതായത് സിംറ്റംസിനെ നോക്കിയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. മൂല കാരണത്തെ പലപ്പോഴും ഒഴിവാക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പല വിമർശനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന, ഇപ്പൊ നമ്മളുടെയൊക്കെ കാര്യത്തിൽ അത് ശരിയാണ്. മൂല കാരണമായിട്ടുള്ള ഈ പ്രീനേറ്റൽ എൻവയോൺമെന്റ് അവിടെ നിൽക്കും. കാരണം അതൊക്കെ കഴിഞ്ഞുപോയി, നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നുപോയി. അപ്പൊ നമുക്കൊക്കെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഇനി പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സിംറ്റമാറ്റിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിനൊരു കർട്ടയിൽ ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും ഈ കോൺഷ്യസ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി ഓർ പ്ലാൻഡ് പാരന്റ്ഹുഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പ്ലാൻഡ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ആശയമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി എന്താണ്, സ്റ്റേജ് ഈസ് ഓപ്പൺ ഫോർ യു ഓൾ. നമ്മളെ ഈ പല്ലിന്റെ ഡോക്ടറാണ്, കുട്ടികളുടെ പല്ലിന്റെ ഡോക്ടർമാര് സാധാരണ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അമ്മ പ്രഗ്നൻസിയില് മധുരം കൂടുതൽ കഴിച്ചാൽ കുട്ടിക്കും അതിനോടുള്ള ക്രേവിങ് ഉണ്ടാവുന്നു. അപ്പൊ അമ്മ പ്രഗ്നൻസിയിൽ ഷുഗർ ഒഴിവാക്കണം എന്നുള്ള, അതല്ല, അത് ഒരു ഫിസിക്കലായിട്ടുള്ള അഡിക്ഷൻ. വെറും യൂട്രസ് കിടക്കുന്ന കുട്ടിക്ക് ഷുഗർ അഡിക്ഷൻ വരും. അങ്ങനെയുള്ള കുട്ടിക്കാണ് മധുരത്തോട് കൂടുതൽ ആർത്തി ഉണ്ടാവുക. മനസ്സിലായി? അല്ല, അത് മെന്റൽ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഫിസിക്കൽ. മനസ്സിലായി, പറയുന്നുണ്ട്. അതെ. സാറിന്റെ സംശയം എന്താണ്? അങ്ങനെ സംശയം അല്ല, അത് ശരി തന്നെയാണോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ പറയുന്നുണ്ട്. അതിന് റിസർച്ച് ഒന്നും നടത്തിയായിട്ട് അറിവില്ല. ഡോക്ടർ ഉഷ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? അതല്ല സാറ് പറഞ്ഞത്, ഇപ്പോ നമ്മുടെ പ്രഗ്നൻസി പീരീഡില് ഉണ്ടാകുന്ന നമ്മുടെ ഇമോഷൻസ്, അതായത് അമ്മ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ കുട്ടികൾക്ക് അതിങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞല്ലോ. അതേപോലെ അമ്മയ്ക്ക് സ്വീറ്റ്സിനോട് ക്രേവിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിയിലേക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് സാർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതായത് മാഡം, ഈ പ്ലാസെന്റൽ ബാരിയറിനെ പറ്റി പറഞ്ഞില്ലേ? ഹലോ മാഡം, പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്ന ഇതിനെ പറ്റിയല്ലേ മാഡം പറഞ്ഞു? സ്ട്രെസ് ഹോർമോൺ ക്രോസ് ചെയ്യുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന എൻസൈം കോർട്ടിസോൾ ക്രോസ് ചെയ്യും. അപ്പൊ അതേമാതിരിയുള്ള ഒരു സാധനമാണ് ഇത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഓൾസോ ക്രോസസ്. അതായത് എക്സസീവ് ഗ്ലൂക്കോസ് ക്രോസ് ചെയ്യുമ്പോൾ അത് കുട്ടീന്റെ ബ്രെയിനിലേക്ക് എത്തുകയും കുട്ടി ബിക്കംസ് ഹാബിറ്റുവേറ്റഡ് ഫ്രം ദ യൂട്രസ് ഇറ്റ്സെൽഫ്. യൂട്രസിൽ വെച്ച് തന്നെ ഹാബിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഷുഗറൊക്കെ ഹാബിറ്റുവേഷന്റെ ഭാഗമാണല്ലോ. കുട്ടായി നിന്നൊക്കെ നമ്മള് മനസ്സിലായില്ലേ, ഹാബിറ്റ്. അതായത് ഒരുപാട് ഡോപ്പാമിൻ റിലീസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നുണ്ടല്ലോ. ഗ്ലൂക്കോസ് അഡിക്ഷൻ എന്ന് പറയുന്നില്ലേ, മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. ഇറ്റ് ഇസ് വേഴ്സ് ദാൻ കൊക്കൈൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഷുഗറിനുള്ള അഡിക്ഷൻ മാറ്റണമെങ്കിൽ, അപ്പൊ അത്രയും അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനം അത് കുട്ടി ചെറുപ്പത്തിലെ യൂട്രസ് ശീലിക്കും എന്നാണ് പറയുന്നത്. കുട്ടി ബിക്കം അഡിക്റ്റഡ് ടു ഷുഗർ. അപ്പൊ കുട്ടിക്ക് ക്രേവിംഗ്, അഡിക്ഷൻ ഉള്ളവർക്കല്ലേ ക്രേവിംഗ്. ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ പറയുന്ന വല്ല ഡോപ്പാമിനോടുള്ള ഇതാണ്. ഡോപ്പാമിൻ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള, ഹൈ വരാൻ വേണ്ടിയുള്ള ആണ്. അത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ അഡിക്ഷൻ ആയിട്ടാണ് ജനിക്കുന്നത്. അതേമാതിരി മറ്റുള്ള സാധനങ്ങൾക്കും അഡിക്ഷൻ ഉണ്ടാവാം. പിന്നെ അവിടെ വേറെ പറയുന്നത് എന്താ വെച്ചാൽ, വേറെ ഇത് ഞാൻ കേട്ടൊരു സ്കിസോഫ്രേനിയ തന്നെ എന്തോ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെന്നുള്ള
സ്കീസോഫ്രീനിയ ഒന്ന് ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്നുള്ളതല്ല, പക്ഷെ ഈ അല്ല ന്യൂട്രീഷണൽ അമ്മ പ്രഗ്നൻസിയിലുള്ള എനിക്ക് മനസ്സിലായി. അതെന്താന്ന് വെച്ചാല് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ക്യാൻ ഡിസ്റപ്റ്റ് ദി ഫോർമേഷൻ ഓഫ് ന്യൂറൽ സർക്യൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആ ന്യൂറൽ സർക്യൂട്ടിന്റെ ഉണ്ടാവുന്ന ആ ഡിസ്റപ്ഷൻ മൂലം ആ ഡിസ്റപ്ഷൻ നമുക്ക് ഒരു പക്ഷേ സ്കീസോഫ്രീനിയുടെ ഡെവലപ്മെന്റിലേക്ക് കാരണമായേക്കാം എന്നുള്ള ചില എന്താണ് കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ട്, അങ്ങനെ പറയപ്പെടുന്നു. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് ഒമേഗ 3 സർ, എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് കെയർ ഈസ് ദെയർ ഇൻ മോഡേൺ മെഡിസിൻ. സർ, അതെനിക്ക് സർ ദാറ്റ് ഈസ് വെരി അത് ഭയങ്കര ശരിയാണ്. പക്ഷെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ആർഗ്യുമെന്റിലേക്കൊന്നും പോവണ്ട. നമ്മൾ സാധാരണ ഇങ്ങനെ വളരെ സാധാരണ ലാംഗ്വേജിൽ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. മോഡേൺ മെഡിസിനിൽ ഇങ്ങനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഒന്ന് സ്ലിപ്പ് ഓഫ് ദ ടങ് ആയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ സർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. മോഡേൺ മെഡിസിൻ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് കെയർ ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് അന്നേരം ഒന്ന് പറഞ്ഞതാ കേട്ടോ. അതിനെ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. നമ്മളുടെ കാര്യത്തില് സിംറ്റമിനെ മാത്രമാണ് ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ നമുക്ക് വീണ്ടും തിരിച്ചു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ പോയി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് സാധിക്കില്ല. നമുക്കപ്പോ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇപ്പൊ വേണ്ടത്. അപ്പൊ ഏർലി ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ അത് സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ് മിലുവിടെ ഉദ്ദേശിച്ചത്. അതെ. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവയർനെസ് നമ്മൾ ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പറയുമ്പോൾ ആലിസ്മേഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഉറങ്ങി കിടക്കുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേതായിരിക്കാം, പക്ഷേ വോണ്ട് അക്സെപ്റ്റ് അല്ലേ? നമ്മള് കോൺഷ്യസ് പാരന്റിങ് അല്ലെങ്കിൽ പ്ലാൻഡ് പാരന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിട്ടല്ല മിലുവിടെ അവതരിപ്പിച്ചത്. അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം ആ അവയർനെസ് പോലും നമ്മൾ ഈ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെക്ഷനിലൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കോളേജ് ലെവല് ഒക്കെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണിത്. ഇങ്ങനെ വേണം, എന്നാൽ മാത്രമേ അടുത്ത ജനറേഷൻ തന്നെയെങ്കിലും നന്നായിട്ട് വരുള്ളൂ. നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതില്ലാത്ത ഒരു ജനറേഷനെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ ഈ കോൺഷ്യസ് പാരന്റിങ് അല്ലെങ്കിൽ പ്ലാനിങ് നന്നായി വേണം എന്നുള്ളത് ഒരു കരിക്കുലം പോലെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണത്. തീർച്ചയായിട്ടും. അതായത് പ്രചോദനം തുടങ്ങി ഞങ്ങൾ ഫസ്റ്റ് ഇയറില് തുടങ്ങിയ ആദ്യത്തെ സീരീസ്, അതിലൂടെയാണ് മിലുവിനെ ഞങ്ങൾക്ക് പ്രചോദന കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കേസസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോ നമുക്ക് ആദ്യം മനസ്സിലായി വി നീഡ് ടു ചേഞ്ച് ഫ്രം പാരന്റിങ് എന്നുള്ളത്. 12 ദിവസം 12 ടിപ്പ് ഓഫ് പാരന്റിങ് നമ്മൾ ഷെയർ ചെയ്യണ്ടായി. പക്ഷെ സ്റ്റിൽ ആ അവയർനെസ് നമുക്ക് കൃത്യമായിട്ട്, അത് നമ്മള് ഗായത്രി മാം ഒക്കെ പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, എത്തുന്നത് വരെ നമുക്കൊരു എന്താ പറയണേ, നമ്മൾ മീഡിയ ആവണം, നമ്മൾ തന്നെ മീഡിയ ആവണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഈ കോളേജ് ലെവലിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്, പക്ഷെ ആരും അതിനെ അലൗ ചെയ്യുന്നില്ല. ഞാനൊരു കോളേജിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ്. ഗവൺമെന്റ് കോളേജിലും അല്ലാതെ പ്രൈവറ്റ് കോളേജിലും ഒക്കെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈവൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ അത് വേണ്ട, അതിന്റെ ആവശ്യം എന്താണ്, ഇനി അതും കൂടി കേട്ടിട്ട് വേണം കുട്ടികൾ വഴിതെറ്റി പോകാൻ എന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതൊന്നും ആവശ്യമില്ല, ഇപ്പൊ ഇവരുടെ സ്ട്രെസ് കുറയ്ക്കൂ, നമ്മൾ പ്രസന്റ്ലി ഉള്ള സിറ്റുവേഷനെ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിലാണ് അവര് ആ ഒരു ഇതിനെ എടുക്കുന്നത് പോലും. അപ്പോ എങ്ങനെ അതിനെ മാറ്റണം എന്നുള്ളത് ഇപ്പോഴും ഒരു ചലഞ്ചിങ് ആണ്. സമൂഹത്തിൽ ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റുകളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യം സൈക്കോളജിസ്റ്റ് പറഞ്ഞില്ലേ, അതിനുള്ള പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ ശ്രദ്ധിക്കാത്ത എന്താന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിക്കേഷനിലെ പരാജയമാണ്. എങ്ങനെ ഹൗ ടു മേക്ക് ദം അറ്റൻറ്റീവ് അല്ലെങ്കിൽ ഹൗ ടു ഇൻഫ്ലുവൻസ് ദം, അത് അറിയാത്തതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്.
സാറേ അതിനൊരു അവസരം ആ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാനിപ്പോ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് ശീലമുള്ള ഞാൻ പറയുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അത് രമേശ് സർ, ആ മറ്റേ മേഘ്ന മാഡം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാ, പക്ഷെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലല്ലേ പറ്റുള്ളൂ. അത് ശരിയാ. ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇല്ല. ഓപ്പർച്യൂണിറ്റി ഇല്ല. അല്ല, അത് ഞാൻ അവരെല്ലാം പ്രൊഫഷണൽ കോളേജിൽ നിന്ന് പറഞ്ഞില്ലാണ്. അതെ. അവരെല്ലാം അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇതിനൊന്നും സമയമില്ല എന്നുള്ള രീതിയാണ്. പ്രസന്റ് സിറ്റുവേഷനിലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് മതി, അതാണ് ഇപ്പോഴത്തെ അത്യാവശ്യം എന്നുള്ള രീതിയിലാണ്. വരും തലമുറയെ അവർ ഫോക്കസ് ചെയ്യുന്ന പോലുമില്ല, പ്രിവെന്റീവ് എന്നുള്ള ഒരു രീതിയിലേക്ക് എടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കൺവേ ചെയ്തത്. ഓക്കെ. സജഷൻ പറഞ്ഞോട്ടെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അത് ഞാൻ ഒരു കേസ് സ്റ്റഡിയാണ്. ഇപ്പം പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്കുണ്ടാകുന്ന ടെൻഷൻ കൊണ്ട്, അതായത് ഭർത്താവ് വല്ലാത്ത മദ്യപാനിയായിരുന്നു. അപ്പൊ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഈ അമ്മയെ അടിക്കുകയും ചീത്ത പറയുകയും ഒരിക്കലും മനസ്സമാധാനം ഇല്ലാത്ത രീതിയിലായിരുന്നു ആ കുട്ടിയുടെ വളർച്ച. അപ്പൊ അത് പുറത്തു വന്നിട്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ അതിനൊരു 25-26 വയസ്സുണ്ട്. പക്ഷെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വല്ലാത്ത ഡിപ്രഷനും അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. അതിന് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ കുഞ്ഞിനെ? മേഡം, അതിന് ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കണ്ടുപിടിച്ച പ്രോബ്ലത്തിലേക്കുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത്. അതായത് ട്രീറ്റ്മെന്റ് വേണ്ട ഒരു കണ്ടീഷൻ ആൾക്കുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഡിപ്രഷൻ ആണോ, ആങ്സൈറ്റി, ഹൈപ്പർ ആക്ടിവിറ്റിയും വരാം. ഇങ്ങനെ ചില അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും കാണപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്ട്രസ്സുകൾ ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തി അതിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതിന് പഠിക്കാൻ പറ്റുന്നില്ല എന്നാ പറയണേ. പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളാണ്. ഡിപ്രഷൻ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ തോന്നും, അങ്ങനെയൊക്കെയാ പറയണേ. മാഡം, സൂയിസൈഡൽ ഐഡിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ വേണ്ടി വരും. പല കാരണങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, ഇപ്പൊ ഇങ്ങനെ ഇരുന്ന കേസ് സ്റ്റഡി, ആ കുട്ടിയുടെ ഒരു കാര്യവും അറിയാതിരുന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ളത് കൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ അത്യാവശ്യമായിട്ട് കാണേണ്ടത് ആവശ്യമാണ്. കണ്ടാൽ റിക്കവറി കാണും അല്ലേ, ഉണ്ടാവാം അല്ലേ? അത് മേഡം, നമുക്ക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പോയി എന്താണ് കണ്ടീഷൻ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ട്രീറ്റ് ചെയ്യാം, 100% ട്രീറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ അത് ഏത് രീതിയിലുള്ളതാണെന്ന് കണ്ടാലേ ആ ട്രീറ്റ്മെന്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഏത് വഴിക്ക് പോകും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കുട്ടി ഇപ്പൊ 26 വയസ്സായെന്ന് പറഞ്ഞു. ഒരു സ്കൂളിലൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അവിടുത്തെ ടീച്ചേഴ്സും ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കുട്ടി ഒരു ഡിഫറെന്റ് ആണ്, കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് അന്ന് മുതലേ ഇതിനുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് രീതിയിൽ വരികയാണെങ്കിൽ ഇതിങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കുട്ടി ഒരു ടേം ആയിട്ടും അവൾ ചിരിക്കില്ല. ക്ലാസ്സിൽ നമ്മൾ മറ്റെല്ലാവരും കളിക്കാൻ പോകും, ഇതവിടെ വെറുതെ ഇരിക്കും, ചിരിക്കുകയില്ല. അങ്ങനെ ഞാൻ അമ്മേനെ വിളിപ്പിച്ചപ്പോൾ അമ്മ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പ്രഗ്നൻസി പീരീഡ് മുതലുള്ള ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് പുറത്താണ്, അപ്പോൾ ഇൻലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചാണ് ഇവൾ ഉണ്ടായത്. പിന്നെ എങ്ങനെയാണ് മാഡം ഈ കുട്ടി ഇവൾ ചിരിക്കണേന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരയുക ചെയ്തത്. അപ്പോൾ അതൊരു 4ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം. പിന്നെ ഒരു ഭയങ്കരമായ ഒരു ഞാൻ ആ കുട്ടിയുടെ ഒപ്പം തന്നെ അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഒരുപാട് ഭേദപ്പെടാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായി. കാരണം ഞാൻ അന്ന് കൗൺസിലിംഗ് പഠിച്ചിട്ടില്ല, ഞാൻ ഒരു കൗൺസിലർ അല്ല, സൈക്കോളജി പഠിച്ചിട്ടില്ല, അന്ന് എൻ്റെ സബ്ജക്റ്റ് സുവോളജിയാണ്. പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഈ കുട്ടി ഉള്ളിൽ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ മുതലുള്ള പ്രശ്നങ്ങളാണെന്ന്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒരു അവയർനെസ് കിട്ടുകയും അതിനുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സീക്ക് ഹെൽപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരും അറിയുന്നില്ല. ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ച് ഒരിക്കൽ പോലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവന്റെ അമ്മ വിദേശത്താണ്, അച്ഛൻ ഭയങ്കര കള്ളുടിയനായിരുന്നു. അപ്പൊ അവരങ്ങനെ അമ്മ വിദേശത്ത്, ഇപ്പൊ അച്ഛനും അമ്മയുടെ
അച്ഛനും അമ്മയാണ് വളർത്തുന്നത്. പക്ഷെ ആ കുട്ടി എന്തൊക്കെയോ വികൃതിത്തരം കാണിക്കുന്നു, പഠിക്കാൻ വിട്ടാലും പഠിക്കില്ല. ഒരിക്കലും ആ കുഞ്ഞ് ചിരിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നല്ലപോലെ പാട്ടൊക്കെ പാടും. അങ്ങനെ ഒരു കൊച്ച്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അതൊക്കെ ഈ പ്രശ്നമായിരിക്കാം എന്തായാലും. അത് അധ്യാപകരോട്ട് കണ്ടുപിടിക്കൊന്നുമില്ല. അല്ല, ഇങ്ങനെ സ്കൂളിൽ ഒരുപാട് ഇനി അതിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും അതിനൊരു സൊല്യൂഷൻ, നമ്മളാലാവുന്ന ഒരു സൊല്യൂഷൻ ചെയ്യണം എന്നൊരു എയിമുമായിട്ടാണ് ഒരു 30 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് ആലിസ് മാഡം MSc CFT എന്ന് പറയുന്ന കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എടുത്ത് ഒരു സൈക്കോളജിസ്റ്റ് ആയത്. അപ്പോ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യന് അത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ ടീച്ചേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുടക്കത്തിലേ നമ്മളിപ്പോ പുല്ല് മൊത്തത്തിൽ പിടിച്ചിട്ട് എടുത്ത് കളയണതും തുടക്കത്തിൽ 1-2 വരുമ്പോ തന്നെ അവിടെ ക്ലിയർ ചെയ്ത് പോകുന്നതും വ്യത്യാസം ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്, അതും ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സിന്, കാരണം ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത്, കാരണം നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് വലിയ ഒരു പങ്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിന് ഒരുപാടധികം പദ്ധതികളുണ്ട്. ഇപ്പൊ നേരത്തെ മേഘ്ന പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിലും എവിടേക്കൊക്കെയോ ഉള്ള ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ ആ അക്കാഡമിക്സ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ അങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള അതോറിറ്റിയിൽ ഇരിക്കുന്നവരോട് പ്രചോദനയ്ക്കും KCF-നും പറയാനുള്ളത്, ഞങ്ങൾക്ക് അവസരം തരൂ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗായത്രി മാം പറഞ്ഞതുപോലെ ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാടധികം റിസോഴ്സ് പേഴ്സൺസ് കേരള കൗൺസിലേഴ്സ് ഫോറത്തിലും ഉണ്ട്, മറ്റു ഒരുപാടധികം ഓർഗനൈസേഷൻസിലുണ്ട്. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം തരാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് ടീച്ചേഴ്സിന് അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇന്ന് പക്ഷെ പണ്ടത്തെക്കാളും ഒരുപാടധികം ഇതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇഫക്റ്റീവ്ലി വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ്. ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടി ഇതുപോലെ തന്നെ പ്ലാൻഡ് പേരന്റിങ്ങിന് അതിന് അവയർനെസ് കൊടുക്കാൻ സൗകര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഞാനൊരു സൊല്യൂഷൻ, ഒരു ചെറിയ സൊല്യൂഷൻ പറയാം. അതായത് ഇപ്പോ എല്ലാ സഭകളും അതുപോലെ സമുദായങ്ങളും എല്ലാം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ അത് കൂടെ ഇതും കൂടി പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആളുകൾ, ആ ടാർഗറ്റ് പോപ്പുലേഷൻ തന്നെ അതിൽ അവെയർ ആയിരിക്കും. എല്ലാ സമുദായത്തിലും ഇപ്പോഴും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇല്ല. അല്ല, മിക്കവാറും മറ്റു സമുദായങ്ങളും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ SNDP അങ്ങനെ പലരും തുടങ്ങിയിട്ടുണ്ട്. അല്ലാത്തവരും തുടങ്ങിയിട്ടില്ല. അല്ലാത്തവരുണ്ട്, ശരി. പക്ഷെ ഒരു നല്ലൊരു അത് നല്ലൊരു പോപ്പുലേഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. അതൊരു നല്ല നിർദ്ദേശമാണ് സർ. നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് കിട്ടിയാലേ ഇത് ചെയ്യാൻ പറ്റൂ. ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി. അപ്പൊ അത് എന്തെങ്കിലും ഒരിക്കലും യാഥാർത്ഥ്യമാവുന്നു തന്നെയാണ് എന്താന്ന് വെച്ചാല് നല്ല സഭാ കുടുംബം കെട്ടിപ്പടുക്കാനായിരിക്കും അവര് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. എങ്കിൽ പോലും നല്ല സഭ അല്ലെ നല്ല കുടുംബം ആവണമെങ്കിൽ നല്ല കുടുംബത്തിൽ നല്ല ഇതുപോലത്തെ കുട്ടികളും വരണമല്ലോ. അതെ അതെ, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് സർ. അല്ല, നടക്കുന്നുണ്ട് സാർ. പ്രീമരേറ്ററിൽ ഇപ്പൊ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ പ്രീമരേറ്റർ കൗൺസിലിങ്ങിന് പോകുമ്പോൾ എന്റെ ഈ ആശയം ഞാൻ കൺവേ ചെയ്യാറുണ്ട്. ഈവൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ അതൊരു ഗവൺമെന്റ് കോളേജാണ്. അപ്പൊ ഞാനത് കമ്പൽസറി ആയിട്ട് ഒരു സ്റ്റുഡന്റ് കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവശ്യമാണെന്ന് അവര് പറഞ്ഞത് കൊണ്ട് എന്നെ നിയമിച്ചതാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു, ഇവിടെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പിന്നീട് അവിടെ ഒരാള് അത്രയും വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എല്ലാവരും എൻ്റെ അടുത്തേക്ക്, ടീച്ചേഴ്സ് തൊട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യനുകളുമായിട്ട് വന്നു. അപ്പൊ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊന്നും നമുക്ക് വരികയില്ല, നമുക്ക് ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും. അല്ല, അത് മെന്റൽ ഇഷ്യൂസ് നമുക്ക് പൊതുവെ അറിയാലോ. മറ്റൊരാളെ പരമാവധി അറിയാതിരിക്കാനാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അപ്പൊ അത് ഞാൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കൗൺസിലറാണ്. പക്ഷേ ഞങ്ങളെ വിളിക്കുന്നത്, ഉഷയ്ക്ക് അറിയാം, ഞങ്ങളെ വിളിക്കുന്നത് അവിടെ ഒരു സൂയിസൈഡ് നടക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ പിന്നെ അതിലെന്ത് അർത്ഥമുണ്ട്?
ഓക്കെ, ഒരു ഒരു ഫയർ കാര്യം ഫൈറ്റിംഗ്. ഒരു കാര്യം മേഡം പറയട്ടെ. നമ്മുടെ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ കോളേജുകളെ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പൊ നടത്തുന്നുണ്ട്. ന്യൂനപക്ഷത്തിന്റെ അണ്ടറിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക്, ഞാൻ അതിലൊരു റിസോഴ്സ് പേഴ്സൺ ആണ്. അപ്പോ നമ്മൾ കോളേജില് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് 3 days ഇതിലെല്ലാം അതായത് അതില് പാരന്റിങ്, അതുപോലെ പ്രീനാറ്റൽ പീരിയഡ്, സെക്സ് ഡെവലപ്മെന്റ്, അതില് ന്യൂനപക്ഷത്തിന്റെ അണ്ടറിലുള്ള എല്ലാം, അതായത് സിഖ്, മുസ്ലിം, പാഴ്സി, ജെയിൻ ആൻഡ് ക്രിസ്ത്യൻ, അവർക്കെല്ലാം ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 days ക്ലാസ് ആണ്. അതില് 6 മൊഡ്യൂളില് എല്ലാം, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബിഫോർ പ്രഗ്നൻസി വരെ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു വലിയൊരു ഫാക്ടറാണ്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കാരണം ഇന്നൊരു പ്രസവം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞത് നല്ലൊരു എക്സ്പെൻസീവ് ആണ്. പലപ്പോഴും പല കപ്പിൾസും പ്ലാനിങ് ഇല്ലാതെ അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസി വരുമ്പോൾ അവർക്കത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ അതൊക്കെ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇതില് പല കുട്ടികളും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നുണ്ട് ഇപ്പൊ. താങ്ക് യു. ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഒപ്പം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതും ഇതിനു വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിലും നമ്മൾ പല ക്ലാസ്സുകൾ എടുക്കാനായിട്ടും പല സ്ഥലങ്ങളിൽ കൂടിയും പോയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ മാറ്റം നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം വരിക എന്നുള്ളൊരു ഇതും അതിന്റെ കൂടെ ഉണ്ട്. അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ ഇതിന് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തിട്ട് ശരിക്കും ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ഇതിലേക്ക് ഒരു മാറ്റം വരുത്തണമെന്നാണ് പറയാനുള്ളത്. റോസ്മേരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് എന്താ സംസാരിക്കും? മാം, ഐ ജസ്റ്റ് ഹാവ് എ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒത്തിരി നാളുകളായിട്ട് ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ നമ്പർ കൂടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ഒബ്സർവേഷൻ. അതിനെന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഹാവ് യു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാനായിരുന്നു, വൈ എന്നുള്ളത്. മിലു ഇല്ല ഇവിടെ? ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ്. പറഞ്ഞോളൂ. ഓട്ടിസം സ്പെക്ട്രം മാഡം, ഞാൻ പക്ഷേ എനിക്കിപ്പോ ഞാനത് കറക്റ്റ് ആയിട്ട്, അതായത് സ്പെസിഫിക് ആയിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പ്രീനേറ്റൽ ഡെവലപ്മെന്റിലെ ചില കാരണങ്ങൾ ഓട്ടിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഞാനത് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് എനിക്കത് പറയാനായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാനത് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ആ ആർട്ടിക്കിൾസ് കിട്ടുകയാണെങ്കിൽ അത് ജേർണൽസിൽ പബ്ലിഷ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. അപ്പൊ ഓട്ടിസത്തിലേക്ക് നയിക്കുന്ന പ്രീനേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് ഞാൻ ആ ഫാക്ടേഴ്സിനെ എനിക്കിപ്പം അൺഫോർച്ചുനേറ്റ്ലി അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന് ശേഷം എനിക്ക് എപ്പോഴെങ്കിലും ആർട്ടിക്കിൾ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ആലീസ് മേഡത്തിന് അയച്ച്, അല്ലെങ്കിൽ ഞാൻ റോസ് മേഡത്തിന് തന്നെ അത് ഫോർവേഡ് ചെയ്ത് തരാം. ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പൊ ഉണ്ടല്ലോ. അതെ. അതിനെ പറ്റി ഒന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല മാഡം, കാരണം ഓട്ടിസത്തെ പറ്റി എനിക്ക് സംസാരിക്കാൻ അറിയില്ല. കാരണം ഓട്ടിസം എന്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല. ഞാൻ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ പ്രഗ്നന്റ് വിമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടിസത്തിനെ പറ്റിയുള്ള ലേഖനങ്ങളൊക്കെ വരുമ്പോൾ വായിക്കുമെന്നുള്ളതല്ലാതെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയാൻ എനിക്ക് അറിയില്ല മാഡം. ഓക്കെ, താങ്ക് യു മാം, നോ പ്രോബ്ലം. വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാല് അത് ഇപ്പൊ കുട്ടികളില് ഈ ഓവർ യൂസ് ഓഫ് മൊബൈൽ ഫോണിന്റെ കൊണ്ട് ചെറിയ കുട്ടികളില് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളൊക്കെ കുറഞ്ഞിട്ട് ഓട്ടിസത്തിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതാണ് വിർച്വൽ ഓട്ടിസം. അതായത് ഇപ്പൊ നമുക്കറിയാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന 1 വയസ്സ് 2 വയസ്സൊക്കെ പ്രായത്തില് കുട്ടികൾ കൂടുതൽ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഡെഫിസിറ്റ്സ് വരാം. അവര് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ ആ ഓട്ടിസ്റ്റിക് സിംറ്റംസ് കാണിക്കുന്നത്, അതായത് സംസാരം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഡിലേ വരെയാണ്. അവർക്ക്
കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ കുറഞ്ഞു വരികയാണ്. കാരണം അവർ ആ വിഷ്വൽ ഇതിൽ മാത്രമേ ശ്രദ്ധിച്ചിരിക്കുന്നുള്ളൂ. അവർ ചുറ്റുപാടുള്ളത് ശ്രദ്ധിക്കാതെ ആ കമ്മ്യൂണിക്കേഷൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, റിവേഴ്സിബിൾ ആണ്. അതിന് ശരിയായ രീതിയിലുള്ള മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഓട്ടിസം സ്പെക്ട്രം പോലെയുള്ള ഡിഫിക്കൽട്ടി അതിലില്ല. ആഫ്റ്റർ കോവിഡ് ആണ് ഇത് കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഞാൻ കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. നമ്മളതുപോലത്തെ കേസുകൾ ഇഷ്ടം പോലെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ക്ലിയർ അപ്പൊ ആയോ? താങ്ക് യു സോ മച്ച്. അപ്പൊ സ്കൂളിൽ ഇതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആ ടീച്ചറാണ് സ്കൂളിൽ സ്കൂളിൽ. അപ്പൊ ചെയ്യാൻ നമ്മൾ പാരന്റ്സിന് അവെയർ കൊടുക്കും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഒരു കേസാണ്. പാരന്റ്സിന് ഒരു കുട്ടിയുടെ ബോത്ത് പാരന്റ്സ് ആർ ഡോക്ടേഴ്സ്. അവർ ഭയങ്കര ഹെക്ടിക് വർക്ക് സ്കെഡ്യൂൾ ഉള്ള ആളുകളാണ്. അധികം കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് ടിവിയുടെ മുന്നിലാണ്. ചെറിയ കുട്ടിയാണ്, 2 years ആയ കുട്ടിയെ, 2.5 years. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വളരെ കുറച്ച് വേർഡ്സ് ആ കുട്ടി പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പാരന്റ്സിനും അതിന് ഗ്രാൻഡ് പാരന്റ് ആണ് എൻ്റെ അടുത്ത്, മദറാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി പാരന്റ്സ് ആയിട്ട് സംസാരിച്ചപ്പോ കുട്ടി അധികം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിന്റെ മുന്നിലാണ്. കുട്ടി കാണുന്നത് കാർട്ടൂൺ മാത്രമാണ്. അപ്പൊ ആ കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തത് എന്താ വെച്ചാൽ, പാരന്റ്സിനോട് പറഞ്ഞു, നിങ്ങൾ 1 week നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ ലീവ് എടുത്ത് കുട്ടിയെ ആയിട്ട് സ്പെൻഡ് ചെയ്യുക. കുട്ടിയുടെ ഒപ്പം ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കി എടുക്കുക. കുട്ടിയെ സ്ക്രീൻ കംപ്ലീറ്റ് മാറ്റുക. അത് കമ്പൽസറി ആയിട്ട് ഒട്ടും കുട്ടിക്ക് സ്ക്രീൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത് പോലും കുട്ടിയുടെ പ്രസൻസിൽ വെച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ പാരന്റ്സ് അതിന് വില്ലിങ് ആയി. അങ്ങനെ അവരതുപോലെ ചെയ്തു. കുട്ടിയുടെ ഇപ്പൊ ഇന്നലെ സംസാരിച്ചപ്പോ കുട്ടി ഇപ്പൊ തീരെ സ്ക്രീൻ ടൈം ഇല്ല. കുട്ടി അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. അവൾ സ്റ്റോറീസ് ഒക്കെ ചെറുതായി പറഞ്ഞു തുടങ്ങി. വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു. നമ്മൾ താങ്ക് യു സമയം സോ മച്ച്. കണ്ടെത്തണം പാരന്റ്സ്. കാരണം അവരുടെ ആ സ്ക്രീനിൽ നിന്ന് അവരെ മാറ്റി അവരോടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരൊപ്പം കളിക്കുക. അതുപോലെ നമ്മളുടെ സ്ക്രീൻ ടൈം, നമ്മളും കുട്ടിയുടെ പ്രസൻസിൽ സ്ക്രീൻ ഉപയോഗിക്കരുത്. നമ്മളിപ്പോ വിചാരിക്കും കുട്ടി കരയില്ലേ, കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും കൊടുക്കുക ഫോൺ. പക്ഷെ ഫോൺ കൊടുക്കുമ്പോ കുട്ടി, അല്ലെങ്കിൽ മൊബൈൽ മറ്റേ TV കാണിച്ചു കൊടുക്കുമ്പോ കുട്ടി അതിലേക്ക് തന്നെ ഇത് പോകും. അപ്പൊ അതുകൊണ്ട് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യണം. അതിനൊപ്പം നമ്മൾ പാരന്റ്സ് കൂടെ നിന്ന് കുട്ടിയുടെ വേറൊരു പാർക്കിൽ കൊണ്ടുപോവുക. അങ്ങനെ ആ കുട്ടിയുടെ അറ്റൻഷൻ അതിൽ നിന്ന് മാറ്റണം. അതാണ് ഇതിന് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. കുട്ടിക്ക് സ്ക്രീൻ കുറച്ച് മടുത്തു പോവില്ലേ? അല്ല, ചില കുഞ്ഞുങ്ങൾ ഫുൾ ഇരിക്കുന്ന കുട്ടികളുണ്ട് സാർ. ഞാനൊരു സ്കൂളിൽ, ഒരു CBSE സ്കൂളിൽ ചെറിയ കുട്ടികൾ കുട്ടി എന്താണ് നോക്കുന്നത് കാർട്ടൂൺസാ, ടിവിയിൽ? കൊക്കോം. ഈ കുട്ടി കാണുന്നത് കൊക്കോം മെലൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു കാർട്ടൂൺ ആണ് കുട്ടി അത് കാണുന്നത്. നെഗറ്റീവ് ട്രൈറ്റ് എന്തെങ്കിലും ഉണ്ടോ അതില്? അതില് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ വയലൻസിന്റെ ഒക്കെ ചെറിയ ഇതുകൾ കാണും. മിക്ക കാർട്ടൂൺസിലും അതുണ്ടല്ലോ ഇപ്പൊ കുഞ്ഞുങ്ങൾ കാണുന്നത്. എന്തായാലും നമ്മുടെ സിനിമയിൽ അത്ര ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല. ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നതും അടിച്ചു അങ്ങനത്തെ കൊല്ലുന്നതും കാർട്ടൂൺസും ഉണ്ട് സാർ. ഒരുപാടുണ്ട് കുട്ടികൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള ഇതുണ്ട്. ചെറിയ ഈ ബോയ്സ് ഒക്കെ കാണുന്നത് മുഴുവൻ അതുപോലത്തെ ക്യാരക്ടേഴ്സ്, ഈ കാർട്ടൂൺ. പാരവയ്പ്. അപ്പോ അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. വരെ അതാണ് കാണിക്കണേ എന്നുള്ളത് പറയൂലോ. അത് എന്ത് കാണുന്നു എന്നുള്ളതല്ല, സ്ക്രീനിലോട്ട് മാത്രം നോക്കിയിരുന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, വേറെ ആരുമായിട്ട് ഒരു ബന്ധമില്ല, സ്ക്രീൻ മാത്രം. ഇന്ററാക്ഷൻ കുറയാണ്. സ്ക്രീൻ ഇങ്ങോട്ടൊന്നും പറയില്ലല്ലോ, അങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കാണാനല്ലോ. ജോർജ് എന്ന് പറഞ്ഞ സാർ കൈപൊക്കിയിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഫസീല മാം താങ്ക് യു കേട്ടോ, ഒരുപാടധികം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ഇൻഫർമേഷൻ. മാം എന്നാ നമുക്ക് ഒഫീഷ്യലി ഓക്കെ. മിലു പോയോ? നോ മാം. മിലു, വളരെ ഗഹനമായ ഒരു ടോപ്പിക് ആയിരുന്നു. ഡിസ്കഷനും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മൾ ആ മുളയിലെ ഉള്ള കാര്യങ്ങൾ ശരിയായാൽ മാത്രമേ, നമ്മൾ സാധാരണ പറയും തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കാരോട് പറയുന്ന ഒറ്റ സെന്റൻസ് ആണ്, തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊക്കെ ഇങ്ങനെ പോവും അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ വേണ്ടാണ്ടാവും എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ആ തുടക്കം നന്നാക്കുക, കോൺഷ്യസ് പേരന്റിങ് അല്ലെങ്കിൽ പ്ലാൻഡ് പേരന്റിങ്, അതിനെപ്പറ്റി അതൊന്ന് ഊന്നൽ കൊടുത്തിട്ട് ഇനിയുള്ള അതുപോലെ പ്രീ മാരിറ്റൽ ക്ലാസ് ആണെങ്കിലും നമ്മുടെ ഒപ്പത്തിന്റെ ക്ലാസ്സുകളാണെങ്കിലും എല്ലാത്തിലും അതിനൊരു ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് നമ്മളിപ്പോ ഇത്രയും പേര് ഇതിനകത്ത് കയറി, ഇത്രയും പേരോടുകൂടിയെങ്കിലും അത് കൺവേ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി. താങ്ക് യു സോ മച്ച് മിലു.
ഇറ്റ് വാസ് വണ്ടർഫുൾ ആൻഡ് അതുപോലെ തന്നെ ഇത്രയും ഇൻഫോർമേറ്റീവ്, അതുപോലെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എല്ലാവരും ഇതിനെപ്പറ്റി ആലോചിക്കുക, എല്ലാവരും അവരവരുടെ സൊല്യൂഷൻ. എവരിബഡി ഈസ് യുണീക്ക്. എന്റെ സ്ട്രെസ് അല്ല വേറൊരാൾക്ക്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സിംറ്റത്തിന്റെ കാര്യം പറഞ്ഞു, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് സമയത്താണെങ്കിലും ഒരു സിംറ്റം കണ്ടാൽ അപ്പൊ അത് സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ നമ്മൾ തുടക്കത്തിലേ നമ്മളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ അവയർനെസ് ന്യൂ കപ്പിൾസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷന് നമ്മൾ കൊടുക്കുക. അതൊരു ടീനേജ് കഴിയുമ്പോൾ മുതലേ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രീ മാരിറ്റൽ സമയത്തെങ്കിലും നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ ഇടയാവട്ടെ. താങ്ക് യു മിലു, താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും താങ്ക്സ്. ഇത് കയറിയ എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരുടെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കിട്ടിയ അവയർനെസ് അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാം. താങ്ക് യു ഉഷ. താങ്ക് യു മാഡം. താങ്ക് യു മെലു. കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും ചിന്തിക്കട്ടെ. ഗുഡ് നൈറ്റ്. ചെയ്യട്ടെ. മിലു നേരത്തെ പറഞ്ഞത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യത്തെ 2 ദിവസം. എങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ 2 ദിവസം. ഇനി അടുത്തത് മെന്റൽ ഹെൽത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് മുതലും നമ്മുടെ ജോലി സ്ഥലത്തും എന്നുള്ളതാണ് നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഓൾ. മിലുവിന് ഒരു പൂവും കൂടി കൊടുത്തു വിടാം അല്ലേ? താങ്ക് യു താങ്ക് യു മാം. മാം. താങ്ക് യു. താങ്ക് യു.